ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കണക്കിലെടുത്ത് ചാലിയാറിൽ തിരച്ചിൽ ഊർജിതമാക്കി. കോഴിക്കോട് മലപ്പുറം പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിലാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തുന്നത്. അതേസമയം വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗവും കണ്ടെത്തി. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മൃതദേഹങ്ങൾ ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയത് കണക്കിലെടുത്താണ് വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ ചാലിയാറിൽ തിരച്ചിൽ ഊർജിതമാക്കിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് തിരച്ചിൽ നടത്തുന്നത്. പോലീസിന്റെയും സന്നദ്ധ സംഘടനയായ TDRFന്റെയും നേതൃത്വത്തിലാണ് പുഴയുടെ ഇരുഭാഗങ്ങളിലും തിരച്ചിൽ നടത്തുന്നത്. പ്രാദേശിക ബോട്ടുകളും പോലീസിന്റെ കീഴിലുള്ള ബോട്ടുകളും തിരച്ചിലിനായി ഉപയോഗപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം ചാലിയാറിലെ മണന്തലക്കടവിൽ 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പന്തീരങ്കാവിന് സമീപം അറപ്പുഴയിൽ വച്ച് ഒരു പുരുഷന്റെ അഴുകിയ നിലയിലുള്ള കാലും കണ്ടെത്തി. ഇതിനു പിന്നാലെയാണ് വാഴക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് വാഴക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഈ സാഹചര്യത്തിലാണ് അരീക്കോട് മുതൽ ബേപ്പൂർ വരെയുള്ള ഭാഗങ്ങളിൽ ഊർജിതമായ തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിൽ എളമരംകടവ് പാലത്തിന് താഴെ വച്ചാണ് തിരച്ചിൽ ആരംഭിച്ചത്. പോലീസും TDRF വോളണ്ടിയർമാരും 2 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. ചാലിയാറിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും മൃതദേഹങ്ങൾ തങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത് ഒഴുകിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട്. ഈ സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെയും TDRF പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചത്. അതേസമയം ഇരുവഴിഞ്ഞി ചാലിയാർ പുഴകളിൽ മൃതദേഹം അവശേഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് മുങ്ങൽ വിദഗ്ധരുടെ സഹായം തേടുന്നു. മുക്കം, കോടഞ്ചേരി, തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുഴകളിൽ തിരച്ചിൽ നടത്തുന്നതിനായി തയ്യാറായവർ റിപ്പോർട്ട് ചെയ്യണമെന്ന് താമരശ്ശേരി DYSP P പ്രമോദ് അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ.